വെൽക്കം ടു കാറ്റലിസ്റ്റ് എഡ്യൂക്കേഷൻ. അപ്പൊ മക്കളെ, നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടുള്ള ഫോംസ് ഓഫ് ബിസിനസ്സിലെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫോം ആയിരുന്നു പാർട്ട്ണർഷിപ്പ് എന്നുള്ളത് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി അതിൽ നിന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ടോപ്പിക്കാണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പാർട്ട്നേഴ്സ്. അതായത് പാർട്ട്ണർഷിപ്പ് ഫേമിൽ ഓരോ പാർട്ട്ണറും ഏത് പൊസിഷനിൽ ഇരിക്കുന്നു അല്ലെങ്കിൽ ഏത് രീതിയിലാണ് അവർ ആ ഫേമിൽ പെരുമാറുന്നത് എന്നനുസരിച്ചിട്ടാണ് നമ്മൾ പാർട്ട്നേഴ്സിനെ ഡിവൈഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ. സോ അങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പാർട്ട്നേഴ്സിനെ പഠിക്കാനുണ്ട്. ഇത് എന്തായാലും എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. സോ നമുക്ക് നോക്കാം ഏതൊക്കെയാണ് എന്നുള്ളത്. അതിൽ ഫസ്റ്റ് പാർട്ട്ണർ ആണ് എന്ത്? ആക്റ്റീവ് പാർട്ട്ണർ. ആക്റ്റീവ് പാർട്ട്ണർ അതായത് അതിന്റെ പേരിൽ പറഞ്ഞ പോലെ തന്നെ വളരെ ആക്റ്റീവ് ആയിട്ട് ബിസിനസിന്റെ ഡേ ടു ഡേ കാര്യങ്ങളിലൊക്കെ ഇടപെടുന്ന പാർട്ട്ണറിനെ, അത്തരത്തിലുള്ള പാർട്ട്ണറിനെയാണ് നമ്മൾ ആക്റ്റീവ് പാർട്ട്ണർ എന്ന് പറയുന്നത്. അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്? അദ്ദേഹം ബിസിനസ്സിലേക്ക് വേണ്ടിയിട്ട് ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് ആൻഡ് ബിസിനസ്സിലെ ഡേ ടു ഡേ കാര്യങ്ങളിലൊക്കെ ഇടപെടുന്നുണ്ട്. ഓൾസോ അവിടുത്തെ പ്രോഫിറ്റ് ആയാലും ലോസ് ആയാലും അദ്ദേഹം ഷെയർ ചെയ്യുന്നുണ്ട്. ആൻഡ് ഓൾസോ അദ്ദേഹത്തിന്റെ ലയബിലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അൺലിമിറ്റഡ് ആയിരിക്കും കേട്ടോ. ഓക്കെ ആണല്ലോ. സോ ഇത്രയും കാര്യങ്ങളാണ് ആക്റ്റീവ് പാർട്ട്ണറിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. എങ്ങനെയാണ്? ബിസിനസ്സിലേക്ക് ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ബിസിനസ്സിലെ എല്ലാ കാര്യങ്ങളിലും വളരെ ആക്റ്റീവായിട്ട് പങ്കെടുക്കുന്നുണ്ടായിരിക്കും. പ്രോഫിറ്റ് ആയാലും ലോസ് ആയാലും ഷെയർ ചെയ്യുന്നുണ്ടായിരിക്കും. ആൻഡ് ഓൾസോ അദ്ദേഹത്തിന്റെ ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അൺലിമിറ്റഡ് ക്യാപിറ്റൽ ആയിരിക്കും. ഇത്രയും കാര്യങ്ങൾ ആക്റ്റീവ് പാർട്ട്ണറിനെ കുറിച്ചിട്ട് പഠിച്ചു നോക്കാം കേട്ടോ. അതിന്റെ നെയിം സജസ്റ്റ് ചെയ്യുന്ന പോലെ തന്നെയാണ് ഫംഗ്ഷനും വരുന്നത്. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് സെക്കൻഡ് ടൈപ്പിലേക്ക് പോവാം. എന്താണ് സെക്കൻഡ് ടൈപ്പ്? സ്ലീപ്പിംഗ് പാർട്ട്ണർ. ഓക്കെ, സ്ലീപ്പിംഗ് പാർട്ട്ണർ അതല്ലെങ്കിൽ ഡോർമൻ പാർട്ട്ണർ എന്ന് പറയും കേട്ടോ. ഡോർമൻ പാർട്ട്ണർ, സ്ലീപ്പിംഗ് പാർട്ട്ണർ അല്ലെങ്കിൽ ഡോർമൻ പാർട്ട്ണർ. ഓക്കെ ആണല്ലോ? ഓക്കെ ആണല്ലോ? യെസ്. സോ സ്ലീപ്പിംഗ് അല്ലെങ്കിൽ ഡോർമൻ പാർട്ട്ണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതിന്റെ നെയിം സജസ്റ്റ് ചെയ്യുന്ന പോലെ തന്നെയാണ്. സാധാരണ ഒരു പാർട്ട്ണർ തന്നെയാണ്. അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്? ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് ബിസിനസ്സിലേക്ക് വേണ്ടിയിട്ട്. പക്ഷെ അദ്ദേഹം എന്ത് ചെയ്യുന്നില്ല? ബിസിനസ്സിലെ എല്ലാ കാര്യങ്ങളിലും വളരെ ആക്റ്റീവായിട്ട് പങ്കെടുക്കുന്നില്ല. അത്രയും മാത്രമേ ഇവിടെ മാറ്റം വരുന്നുള്ളൂ. ആക്റ്റീവ് പാർട്ട്ണർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആക്റ്റീവായിട്ട് അദ്ദേഹം ഡേ ടു ഡേ അഫയേഴ്സിലൊക്കെ പങ്കെടുക്കുമായിരുന്നു, പാർട്ടിസിപ്പേറ്റ് ചെയ്യുമായിരുന്നു. പക്ഷെ ഇവിടെയാണെങ്കിൽ ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്, പ്രോഫിറ്റ് ഓർ ലോസ് ഷെയർ ചെയ്യുന്നുണ്ട്, അദ്ദേഹത്തിന്റെ ലയബിലിറ്റി അൺലിമിറ്റഡ് ആയിരിക്കും. എന്നാലും പക്ഷെ അദ്ദേഹം എന്ത് ചെയ്യുന്നില്ല? ഡേ ടു ഡേ അഫയേഴ്സ് ഓഫ് ദ ബിസിനസ്സിൽ പങ്കെടുക്കുന്നില്ല. സ്ലീപ്പിംഗ് പാർട്ട്ണർ. ഓക്കെ ആണല്ലോ? ക്ലിയർ ആണല്ലോ? യെസ്. സോ നമുക്ക് തേർഡ് വണ്ണിലേക്ക് പോവാം. അതാണ് എന്ത്? സീക്രട്ട് പാർട്ട്ണർ. അതും അതുപോലെ തന്നെ നെയിം സജസ്റ്റ് ചെയ്യുന്ന പോലെ തന്നെ ഈ ഫേമിൽ ഇദ്ദേഹം പാർട്ട്ണർ ആണ് എന്നുള്ളതിനെ കുറിച്ചിട്ട് ബാക്കിയുള്ളവർക്കൊന്നും അവയർനെസ് ഇല്ല. അതൊരു സീക്രട്ട് ആയിട്ട് നിൽക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ. അതർവൈസ് അത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ അദ്ദേഹം എന്താണ്? നമ്മുടെ ഫേമിന്റെ പാർട്ട്ണർ ആണ്, ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്, പ്രോഫിറ്റ് ഓർ ലോസ് ഷെയർ ചെയ്യുന്നുണ്ട്, ആൻഡ് ഓൾസോ അദ്ദേഹത്തിന്റെ ലയബിലിറ്റി അൺലിമിറ്റഡ് ആയിരിക്കും. എന്നാൽ ഈ ഫേമും അദ്ദേഹവുമായിട്ടുള്ള ബന്ധം ആർക്കും എന്ത് ചെയ്യില്ല? അറിയുന്നതായിരിക്കില്ല. സീക്രട്ട് ആയിട്ട് കൊണ്ടുപോകുന്ന ഒരു കാര്യമായിരിക്കും. അത്രയും മാത്രമേ സീക്രട്ട് പാർട്ട്ണറിനെ കുറിച്ചിട്ട് നമുക്ക് പറയാനുള്ളൂ. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് വരുന്നതാണ് എന്ത്? നോമിനൽ പാർട്ട്ണർ. നോമിനൽ പാർട്ട്ണർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? നെയിം കൊണ്ട്, പേര് കൊണ്ട് പാർട്ട്ണർ ആണ്, എന്നിരുന്നാൽ യഥാർത്ഥത്തിൽ പാർട്ട്ണർ ആണോ? ഇല്ല. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വൺ ഹു അലോസ് ദ യൂസ് ഓഫ് ഹിസ് നെയിം ബൈ എ ഫേം ബട്ട് ഡു നോട്ട് കോൺട്രിബ്യൂട്ട് ക്യാപിറ്റൽ. അതായത് ഫേമിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ പേര് ഉപയോഗിക്കാൻ അദ്ദേഹം അനുവദിക്കുന്നുണ്ട്, എന്നിരുന്നാൽ അദ്ദേഹം യഥാർത്ഥത്തിൽ പാർട്ട്ണർ അല്ല, ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നില്ല, അതുപോലെ തന്നെ നമ്മുടെ ഫേമിന്റെ പ്രോഫിറ്റ് ആയാലും ലോസ് ആയാലും ഷെയർ ചെയ്യുന്നില്ല. എന്നിരുന്നാലും ലയബിലിറ്റി എന്തായിരിക്കും? ലയബിലിറ്റി അവിടെ ഉണ്ടായിരിക്കും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ എന്താണ്? നമ്മുടെ ഫേമസ് ആയിട്ടുള്ള ഒരു ക്രിക്കറ്ററിന്റെ അല്ലെങ്കിൽ ഒരു സെലിബ്രിറ്റീന്റെ പേര് നമ്മുടെ ഫേമിൽ യൂസ് ചെയ്യാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? കസ്റ്റമേഴ്സിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അതാണ് ഇവിടുത്തെ ഒരു എക്സാമ്പിൾ. അതിലെന്താണ്? ആ ഒരു സെലിബ്രിറ്റി അല്ലെങ്കിൽ ആ ഫേമസ് ക്രിക്കറ്റർ നമ്മുടെ ഫേമിലെ യഥാർത്ഥത്തിൽ ഒരു പാർട്ട്ണർ ആണോ? ഇല്ല. പക്ഷെ നമ്മൾ അദ്ദേഹത്തിന്റെ ഫെയിം യൂസ് ചെയ്യുന്നുണ്ട് ബിസിനസ് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്, കസ്റ്റമേഴ്സിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നാൽ അവരെന്ത് ചെയ്യുന്നില്ല? ബിസിനസ്സിലേക്ക് ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നില്ല, അതുപോലെ തന്നെ ബിസിനസ്സിൽ നിന്നുമുള്ള പ്രോഫിറ്റ് ആയാലും ലോസ് ആയാലും ഷെയർ ചെയ്യുന്നില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ പേരിൽ ആ ബിസിനസ് അറിയപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ബിസിനസിന്റെ ഘടകങ്ങളില് അദ്ദേഹം എന്തായിരിക്കും? ലയബിൾ ആയിരിക്കും കേട്ടോ. അത്രയും കാര്യങ്ങൾ നോമിനൽ പാർട്ട്ണറിനെ കുറിച്ചിട്ട് ആലോചിച്ച് വെക്കുക. ഓക്കെ അല്ലേ? ആൻഡ് നെക്സ്റ്റ് വരുന്നതാണ് പാർട്ട്ണർ ബൈ എസ്റ്റോപ്പൽ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? വൺ ഹു തോട്ട് ഹിസ് ആക്ട്സ്, കണ്ടെക്സ്റ്റ് ഓർ ബിഹേവിയർ ഗിവ്സ് an impression to others that he is a partner of the firm. അതായത് ഒരാളുടെ പ്രവൃത്തി കൊണ്ടോ സംസാരം കൊണ്ടോ മറ്റുള്ളവരെ തോന്നിപ്പിക്കുകയാണ് അദ്ദേഹം ഈ ഫേമിൽ ഒരു പാർട്ട്ണർ ആണ് എന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള പാർട്ട്ണറിനെയാണ് നമ്മൾ പാർട്ട്ണർ ബൈ എസ്റ്റോപ്പൽ എന്ന് പറയുന്നത്.
ഇപ്പൊ അറിയപ്പെടുന്ന ഒരു ബിസിനസ്സുകാരൻ എന്താവാണ്, അയാളുടെ ഫ്രണ്ടിന്റെ കൂടെ ഒരു ബാങ്കിൽ പോവാണ് ഒരു ബാങ്ക് ലോൺ സെറ്റ് ആക്കാൻ വേണ്ടിയിട്ട്. കാരണം ഇയാൾ കുറച്ചും കൂടി ക്രെഡിബിൾ ആയിട്ടുള്ള ആളാണ്. സോ ഇയാൾ പോയിട്ടുണ്ടെങ്കിൽ എന്താണ്, കുറച്ചും കൂടി പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ സിമ്പിൾ ആക്കിയിട്ട് ലോൺ അവൈലബിൾ ആവുന്നുള്ളതുകൊണ്ട് പോവാണ് കേട്ടോ. പക്ഷെ ഇയാൾ ബാങ്കിൽ പോയിട്ട് മാനേജറോട് സംസാരിക്കുകയാണ്, ഇങ്ങനെ എനിക്ക് ഒരു ലോൺ ആവശ്യമുണ്ട് ബിസിനസ്സിലേക്ക് എന്നൊക്കെ പറയുമ്പോൾ മാനേജർ ബൈ മിസ്റ്റേക്ക് വിചാരിക്കുകയാണ് ഇദ്ദേഹത്തിന്റെ ഫേമിലേക്കാണ് ആ ലോൺ കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ. പക്ഷെ യഥാർത്ഥത്തിൽ ഇദ്ദേഹം ഫ്രണ്ടിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ആ ലോണ് സെറ്റാക്കാൻ വേണ്ടി പോയിട്ടുള്ളത് അല്ലെ. പക്ഷെ ഇദ്ദേഹത്തിന്റെ സംസാരത്തിലൂടെയും അതുപോലെ തന്നെ പ്രവൃത്തിയിലൂടെയും ഒക്കെ അദ്ദേഹം മാനേജർ വിചാരിക്കുകയാണ് ഇദ്ദേഹം എന്താണ്, ഇദ്ദേഹത്തിന്റെ ഫേമിലേക്കാണ് ലോണ് എടുക്കുന്നത് എന്നുള്ളത് വിചാരിച്ചിട്ട് ലോണൊക്കെ വേഗം സെറ്റാക്കി കൊടുക്കും എന്ന് വിചാരിക്കുക. അത്തരത്തിലുള്ള പാർട്ട്ണറിനെയാണ് നമ്മള് പാർട്ട്ണർ ബൈ എസ്റ്റോപ്പൽ എന്ന് പറയുന്നത് കേട്ടോ. അതായത് ഒരാളുടെ ബിഹേവിയർ കൊണ്ടോ സംസാരം കൊണ്ടോ ഒക്കെ മറ്റുള്ളവരെ തോന്നിപ്പിക്കുകയാണ് അദ്ദേഹം ആ ഒരു ഫേമിന്റെ പാർട്ട്ണർ ആണ് എന്നുള്ളത്. ഇവിടെ എന്ത് ചെയ്യുന്നില്ല, ഇവിടെ ഇദ്ദേഹം ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നില്ല, അതുപോലെ തന്നെ പ്രോഫിറ്റ് ഓർ ലോസ് ഷെയർ ചെയ്യുന്നില്ല. എന്നാൽ മറ്റുള്ളവരെ തോന്നിപ്പിക്കുന്നുണ്ടല്ല ഈ ഫേമിലെ പാർട്ട്ണർ ആണ് ഇദ്ദേഹം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഫേമിന്റെ ഘടകങ്ങളിൽ ഇദ്ദേഹം എന്തായിരിക്കും, ലയബിൾ ആയിരിക്കും എന്നുള്ളത് മാത്രം ഓർത്തു വെക്കുക കേട്ടോ. ഇതാണ് പാർട്ട്ണർ ബൈ എസ്റ്റോപ്പൽ. ക്ലിയർ ആണല്ലോ? യെസ്. ആൻഡ് നമ്മുടെ ലാസ്റ്റ് കാറ്റഗറി ആണ് പാർട്ട്ണർ ബൈ ഹോൾഡിംഗ് ഔട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ, എ പേഴ്സൺ ഹു ഈസ് നോട്ട് എ പാർട്ട്ണർ but knowingly allows him to be represented as a partner in a firm. അതായത് ഇദ്ദേഹം എന്തല്ല, യഥാർത്ഥത്തിൽ ഈ ഫേമിൽ ഒരു പാർട്ട്ണർ ഒന്നുമല്ല, പക്ഷെ ഇദ്ദേഹം അതിന്റെ പാർട്ട്ണർ ആണ് എന്നുള്ളത് മറ്റുള്ളവർ വിചാരിക്കുന്നുണ്ട്, അത് ഇദ്ദേഹം അറിയുന്നുണ്ട്. യെസ്, ഞാൻ ഈ ഫേമിൽ പാർട്ട്ണർ ആണ് എന്നുള്ളത് ആൾക്കാരൊക്കെ പറയുന്നുണ്ട്, അത് ഇദ്ദേഹം അറിയുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാലും ഇദ്ദേഹം പ്രതികരിക്കുന്നില്ല. യഥാർത്ഥത്തിൽ ഞാൻ ആ ഒരു പാർട്ട്ണർ ഒന്നും അല്ല, ഞാൻ ആ ഫേമിന്റെ പാർട്ട്ണർ അല്ല, ഞാനും ആ ഫേമുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പ്രതികരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ഒരു ടൈപ്പ് ഓഫ് പാർട്ട്ണറിനെയാണ് നമ്മൾ പാർട്ട്ണർ ബൈ ഹോൾഡിംഗ് ഔട്ട് എന്ന് പറയുന്നത്. ഇവിടെ എന്താണ്, ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നില്ല, അതുപോലെ തന്നെ പ്രോഫിറ്റ് ഓർ ലോസ് ഷെയർ ചെയ്യുന്നില്ല. പക്ഷെ മറ്റുള്ളവരെ അറിഞ്ഞിട്ടോ അത് ഇദ്ദേഹം അറിഞ്ഞിട്ടോ എന്ത് ചെയ്യുന്നില്ല, റിയാക്ട് ചെയ്യുന്നില്ല, അല്ലെ ഞാൻ പാർട്ട്ണർ അല്ല എന്നൊന്നും അവിടെ പോയി പറയുന്നില്ല. അതുകൊണ്ട് തന്നെ എന്താണ്, ഫേമിന്റെ ഘടകങ്ങളിൽ ഇദ്ദേഹം എന്തായിരിക്കും, ലയബിൾ ആയിരിക്കും. അത്രയും കാര്യങ്ങൾ ഓർത്തു വെക്കാം കേട്ടോ പാർട്ട്ണർ ബൈ ഹോൾഡിംഗ് ഔട്ടിനെ കുറിച്ചിട്ട്. സോ ദീസ് ആർ ദ വേരിയസ് ടൈപ്സ് ഓഫ് പാർട്ട്നേഴ്സ്. എങ്ങനെയാണ് ടൈപ്സ് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്, ഓരോ പാർട്ട്ണറും എങ്ങനെയാണ് ഫേമിനോട് ഡീൽ ചെയ്യുന്നത് എന്നനുസരിച്ചിട്ടാണ് ഈ ഒരു ഡിവിഷൻ വരുന്നത്. 6 പാർട്ട്നേഴ്സ്, 6 ടൈപ്സ് ഓഫ് പാർട്ട്നേഴ്സ് ആണ് നമുക്ക് വരുന്നത്. ഏതൊക്കെയാണ്, ആക്റ്റീവ് പാർട്ട്ണർ ഉണ്ട്, സ്ലീപ്പിംഗ് പാർട്ട്ണർ ഉണ്ട്, സീക്രട്ട് പാർട്ട്ണർ ഉണ്ട്, നോമിനൽ പാർട്ട്ണർ ഉണ്ട്, അതുപോലെ പാർട്ട്ണർ ബൈ എസ്റ്റോപ്പൽ ഉണ്ട്, പാർട്ട്ണർ ബൈ ഹോൾഡിംഗ് ഔട്ട് ഉണ്ട്. ക്ലിയർ അല്ലേ? ഇത് നമുക്കൊരു 4 മാർക്കിനെങ്കിലും ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ ഈ രീതിയിൽ സിമ്പിൾ ആയിട്ട് പഠിച്ചു പോവാട്ടോ. ഓക്കെ, ഇതുപോലുള്ള ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക കേട്ടോ. താങ്ക് യു സോ മച്ച്.